കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിടിച്ച് തകർത്തു എന്നൊരു വാർത്ത വരുന്നു. ഗുരുവായൂർ സ്വദേശികളായ 5 അംഗ സംഘം സഞ്ചരിച്ചിരുന്ന കാറാണ് കോതമംഗലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. കാറിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. എസ് ശരണുണ്ട്. ശരൺ, മൂന്നാറിൽ നിന്ന് മടങ്ങുന്ന വഴിയിലായിരുന്നോ ഈ അപകടം സംഭവിച്ചത്? ഇടിച്ചങ്ങ് കയറിയതാണല്ലോ. മഹേന്ദ്രയുടെ കാറാണെന്ന് തോന്നുന്നു, B26. ആ അപകടത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മുൻവശം തകർന്ന് കാണാം. മൊത്തം ആ മതിലിടിച്ചങ്ങ് ഉള്ളിലോട്ട് കയറ്റി. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇത് മഹേന്ദ്രയുടെ കാറാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മഹേന്ദ്രയുടെ കാർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കാറാണ്. ആ കാറിന്റെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മുൻവശം തകർന്നു എന്നുള്ളതല്ല, അത് പൂർണ്ണമായും ഇല്ല എന്ന് തന്നെ, മുൻവശം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മൂന്നാറിൽ പോയി വിനോദയാത്രയുടെ ഭാഗമായി അങ്ങനെ മൂന്നാറിൽ പോയി മടങ്ങുകയായിരുന്ന 5 അംഗ സംഘമാണ് അപകടത്തിൽ പെടുന്നത്. ഇത് പ്രധാനമായും ഒരു വലിയ വളവാണ്. അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലത്ത് വെച്ചാണ് ഈ അപകടം നടക്കുന്നത്. ഈ വലിയ വളവാണ്. ആ വളവ് തിരിഞ്ഞു വരുന്നതിനിടയിലാണ് കാറ് നിയന്ത്രണം വിടുകയും വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തിരിക്കുകയും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വീടിന്റെ മതിലും വീടിന്റെ കാർ പോർച്ചും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെന്നുള്ളതാണ്. മീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. ഈ കാർ പോർച്ചിലേക്ക് പോലും ഈ ഇടിയുടെ ആഘാതത്തിൽ ഈ മതിലിന്റെ അവശിഷ്ടങ്ങൾ പോയി വീണു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒപ്പം തന്നെ ഈ കാറിൽ സഞ്ചരിച്ചിരുന്നത് 5 പേരാണ്. ഗുരുവായൂർ സ്വദേശികൾ എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ സ്ഥലത്ത് തന്നെ മുൻപും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, അത് കാരണം നേരത്തെ ബൈക്ക് അടക്കം അപകടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ഓക്കെ, ആ കാർ ഇടിച്ച് തരിപ്പണമായിട്ടു. ഇനി ആ കാറിന്റെ ഫ്രണ്ടൊന്നും ഊഹിക്കാൻ പറ്റില്ല. ഇലക്ട്രിക് കാറാണോ എന്തോ. എന്തായാലും ഇടിച്ച് എവിടെ കൊണ്ട് വന്നേക്കുന്നത് നോക്കി. നേരെ കാർ പോർച്ചിലേക്ക് ഇടിച്ചിട്ട്, കാർ പോർച്ച് ഈ മതിലുമായിട്ട് നല്ല ദൂരമുണ്ട്. അത്രയും ദൂരത്തേക്ക് ആ മതിൽ ഇടിച്ച് തെറിപ്പിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാം. താരതമ്യേന നല്ല സ്പീഡിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല റോഡാണ് കൊച്ചി ധനുഷ്കോടി ഭാഗം. എന്നാലും ആ ഭാഗത്തേക്കും ആരും ഇല്ലാതിരുന്നത് കൊണ്ട് ജീവാപായം സംഭവിച്ചിട്ടില്ല. കാറിലുള്ളവർക്ക് ചെറിയ പരിക്കുണ്ട്. ആ പരിക്കേറ്റവരെ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. വണ്ടിയുടെ കോലം കണ്ടില്ലേ? വണ്ടി ഏകദേശം പൂർണ്ണമായും പോയ മട്ടിൽ തന്നെയാണ്. വീടിൻ്റെ മതിൽ ഇടിച്ച് തകർത്ത് അങ്ങ് ഉള്ളിലേക്ക് ഇടിച്ച് കയറി. ആ വളവ് ആണ് സംഭവം. കോതമംഗലത്ത് വെച്ച് മൂന്നാറിൽ നിന്ന് ഗുരുവായൂരേക്ക് മടങ്ങുകയായിരുന്ന 5 അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ചെറിയ കണ്ണം കാണും, അടഞ്ഞു പോയി കാണും. അതല്ലെങ്കിൽ കുറച്ച് വേഗത കൂടിയപ്പോൾ ഇടത്തോട്ട് പിടിക്കേണ്ടതിന് പകരം വണ്ടി പാളിപ്പോയിട്ടുണ്ടാവും. വണ്ടിയൊക്കെ ഓടിക്കുമ്പം സൂക്ഷിച്ചോടിക്കുക.